അടുത്തതായി നമ്മുടെ ഈ ചരിത്ര സമ്മേളനം ജന്മദിന സന്ദേശത്തിൽ ചെറിയാമ്പലി പറഞ്ഞതുപോലെ കാലത്തിൻ്റെ മാറ്റം കാൻഫഡ് ഉൾക്കൊള്ളാം, വഴിയൊരുങ്ങണമെന്നുള്ളതാണ്. ആ വഴിക്ക് ടോർച്ച് തെളിയിക്കുവാനായി ഈ ചരിത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ബിനോയ് വിശ്വത്തെ ക്ഷണിക്കുന്നു. എത്രയും പ്രിയപ്പെട്ടവരെ, ചെറിയാൻ പറഞ്ഞ മാറ്റത്തെപ്പറ്റി തീർച്ചയായിട്ടും ചിന്തിക്കണം. ആ ചിന്ത ആരംഭിക്കുമ്പോൾ കമ്പ്യൂട്ടറും IT ഒന്നുമില്ലാതെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു കൊച്ചു കാര്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ സമ്മേളനത്തിൽ സീതാരാമൻ വരെയുള്ള 10 പേരുടെ പ്രസംഗമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ രീതി എന്താ? ആദ്യത്തെ ആൾ സ്വാഗതം പറയുമ്പോൾ എല്ലാവർക്കും സ്വാഗതം പറയണം, നന്നായി പറയണം, പരിചയപ്പെടുത്തണം. ഇപ്പോൾ നമ്മുടെ രീതി പിന്നാലെ എത്തുന്ന എല്ലാവരും ഈ 10 പേരും ആവർത്തിക്കണം. ആവർത്തിച്ചില്ലെങ്കിൽ അത് കുറ്റകൃത്യമായി പോകും. എന്ത് തെറ്റിദ്ധാരണയാണത്. സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. അത് ചെയ്യാൻ പാടില്ലെന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കമ്പ്യൂട്ടറൊന്നും ഇല്ലാതെ തന്നെ ഒരു ചെറിയ മാറ്റത്തിൻ്റെ ആരംഭം കുറിക്കാൻ നമുക്ക് പറ്റുമോ എന്ന് നാം ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ കാൻഫഡിൻ്റെ യോഗങ്ങളിൽ സ്വാഗത പ്രസംഗം കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു പ്രാസംഗികനും എല്ലാ പേരുകളും അനുഷ്ഠാനം കണക്ക് പറയുന്ന ആ പാഴ്വേല തെറ്റ് നിർത്താൻ തീരുമാനിച്ചാൽ കൊള്ളാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ അഭിപ്രായം പല സ്കൂളിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്കൂളുകളുടെ അനുഭവം ഇതുപോലല്ല. എല്ലാവരും കൈകടിക്കും. പുത്തൻ തലമുറയ്ക്ക് അത് ബോധ്യപ്പെടും. ഈ തലമുറയ്ക്ക് അത് ബോധ്യപ്പെടാൻ പ്രയാസമാണ്. ഈ തലമുറയ്ക്ക് ബോധ്യപ്പെടാൻ പ്രയാസമാണ്. ഞാനും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പം PTB അങ്ങനെയല്ലായിരുന്നു. അതാണ് PTBയുടെ മഹത്വം. PTBയെ എല്ലാവർക്കും അറിയാം. PTBയുടെ കൂടെ ഇടപഴകികൾ നമുക്ക് ആർക്കും വയസ്സാകില്ല. PTBക്ക് വയസ്സായിട്ടില്ല. എത്ര പ്രായമായിട്ടും PTB യുവാവായിരുന്നു, വിദ്യാർത്ഥിയായിരുന്നു. അത് വലിയ മഹത്വത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കെല്ലാം കാണാം. കാൻഫഡിനെ പറ്റി പറയുമ്പോൾ PTBയെ പണിക്കർ സാറിനെ എല്ലാം ഓർത്തേ തീരൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം എത്രയോ ചെറുതായി പോകും. വലിയവരാണെന്ന് ഭാവിക്കുന്ന, വലിയ ഭാവം കാണിക്കുന്ന നമ്മളാരും വലിയവരല്ല. നമ്മളെക്കാളും വലിയവരായിരുന്നു അവർ. പക്ഷെ അവരൊന്നും ഒരിക്കൽ പോലും ആ വലിപ്പം കാണിച്ചിട്ടേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി എന്ന് പറഞ്ഞത് അവരെ പറ്റിയായിരിക്കും. അവരെപ്പോഴും താഴ്മ കാണിച്ചവരാണ്. PTBയുടെ ചിരിയും മുഖവും വേഷവും മരിക്കും വരെ എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. ഞങ്ങൾക്കെല്ലാം അടുപ്പം ഉണ്ടായിരുന്നു. PTB കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പക്ഷെ PTB അതിനേക്കാളേറെ മനുഷ്യനായിരുന്നു. ആദ്യം മനുഷ്യൻ, പിന്നെ കമ്മ്യൂണിസം എന്നായിരുന്നു PTBയുടെ മതം. വേറെ മതം PTBക്കില്ലായിരുന്നു. PTBയാണ് എൻ്റെ അഭിപ്രായത്തിൽ, ഇംഗ്ലീഷ് വാക്കാണത്, തിങ്ക് ടാങ്ക് എന്ന വാക്ക്. തിങ്ക് ടാങ്ക് പാശ്ചാത്യ സമൂഹത്തിലെ ഒരു പഴയ വാക്കാണ്. ഗവൺമെൻറ്റുകൾക്കും പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വകുപ്പുകൾക്കുമെല്ലാം ആശയം കൊടുക്കുന്ന ഒരു ആശയത്തിൻ്റെ നിറകുടമെന്നോ ആശയത്തിൻ്റെ സംഭരണത്തെ കുറിക്കാവുന്നതാണ് ടാങ്ക്. തോട്ടിൻ്റെ ടാങ്കാണ് തിങ്ക് ടാങ്ക്. അത് പടിഞ്ഞാറ് ഏറെക്കാലമായിട്ടുണ്ട്. കേരളത്തിൽ തിങ്ക് ടാങ്ക് എന്ന് വിളിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും അത് PTB ആയിരുന്നു. PTBയുടെ മനസ്സ് നിറയെ, തലച്ചോറ് നിറയെ ആശയങ്ങളായിരുന്നു. എപ്പോഴും എല്ലാത്തിൻ്റെയും അടുത്തേക്ക് പോയി കൈവച്ച് പഠിക്കാൻ ശ്രമിച്ചതാണ്. ചെറിയാനിവിടെ പറഞ്ഞു, പ്രഭാതൻ്റെ ഒരു പഴയ കൊച്ചു പുസ്തകമാണത്.
എന്താണ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറെ പറ്റി ആരും അധികം അറിയാത്ത കാലത്ത്, കമ്പ്യൂട്ടർ തല്ലിപ്പൊട്ടിക്കാൻ വേണ്ടി പലരും ആഹ്വാനം മുഴക്കിയ കാലത്ത്, കമ്പ്യൂട്ടറിനെ ജോബ് ഈറ്റർ എന്ന് വിളിച്ച കാലത്ത് PTB കമ്പ്യൂട്ടറെ പറ്റി പഠിക്കാൻ ശ്രമിച്ചു. ലോകം ഇലക്ട്രോണിക്സിനെ പറ്റി അറിയാത്തൊരു കാലത്തായിരുന്നു കേരളം കെൽട്രോൺ എന്നൊരു സ്ഥാപനം ആരംഭിച്ചത്. ഇലക്ട്രോണിക് സൊസൈറ്റിയിൽ ഇന്ത്യയിൽ ആദ്യത്തെ സ്ഥാപനമാണ് കെൽട്രോൺ. ആ കെൽട്രോണിൻ്റെ പുറകിലെ വലിയ പ്രേരണ അച്യുതമേനോനും TV തോമസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ദരിദ്രമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. തീർച്ചയായിട്ടും PTB ഉണ്ടായിരുന്നു. ഞാൻ സാക്ഷിയൊന്നുമല്ല, പക്ഷെ എൻ്റെ വിശ്വാസം PTB അതിനകത്ത് പങ്കുവഹിച്ച് കാണും. ഇങ്ങനെയൊരു സംഭവം ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട്. നാളെ അത് ലോകത്തെല്ലാം വ്യാപിക്കാൻ പോവുകയാണ്. വൈനോട്ട് ഇൻ കേരള നമുക്ക് എന്ത് ആരംഭിച്ചുകൂടാ എന്ന് ചോദിച്ചതിൽ PTB കാണുമെന്ന് ഞാൻ ഊഹിക്കുന്നു, എനിക്കറിയാൻ പാടില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു വലിയ പാരമ്പര്യത്തിൻ്റെ പുനരുത്ഥാവകാശിയാണ് കാൻഫെഡ്സ്. ഈ പറഞ്ഞ എല്ലാ പേരിനെ പറ്റിയും പറയാൻ തോന്നിപ്പോകുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. പണിക്കർ സാറായാലും തങ്കമ്മയായാലും എല്ലാം അവരെല്ലാ പേരുകളും നമുക്കറിയാം. ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് അവരെല്ലാം കാണാനും ചിലപ്പം ഇടപഴകാനൊക്കെ പറ്റിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാനും ചെറിയതിലൊക്കെ കുറേ വർഷങ്ങൾ ഒരുമിച്ചായിരുന്നു. സംഘടന വേറെ, വഴക്കുണ്ട്, തർക്കമുണ്ട്, ഒക്കെ ഉണ്ടായിരുന്നു. വഴക്കും തർക്കമെല്ലാം ഉള്ളപ്പോഴും ഭയങ്കര സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹം എനിക്ക് ഇന്ന് ചെറിയനോടുണ്ട്, ഇന്നുകൊണ്ട് എന്നും ഉണ്ടാകും. ചെറിയാനോട് ചെറിയാൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞു, ചെറിയാനെ പറ്റി പറഞ്ഞു, അവിടെ നിന്നു. ചെറിയാൻ്റെ മകനെപ്പറ്റി പറയുന്ന കാലം വരണമെന്ന് എപ്പോഴും ചിന്തിച്ച സുഹൃത്താണ് ഞാൻ. ഈ ചെറിയാനോട് ഒരു കോൺഗ്രസ്സുകാരനെ പറഞ്ഞു കാണില്ല കല്യാണം കഴിക്കാൻ. ആയ കാലത്ത് അത് പറഞ്ഞ ഒരു കോൺഗ്രസ് ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. ചെറിയാനെ പെണ്ണ് കെട്ടാൻ പറഞ്ഞു ഞാൻ, പ്രണയിക്കാൻ പറഞ്ഞു ഞാനതൊക്കെ ചെയ്തതാണ്. ഞാൻ പ്രണയിച്ചിട്ടുമുണ്ട്, അവിടെ കെട്ടിയിട്ടുമുണ്ട്. അതെ, ചെറിയ സാക്ഷിയാണ്. ഞങ്ങൾ സദനത്തിൽ പങ്കെടുത്ത് അടികൊണ്ട് ആശുപത്രി കിടക്കുമ്പോഴത്തേക്ക് എന്നെ കാണാൻ വേണ്ടി എൻ്റെ ഇപ്പോഴത്തെ ഭാര്യ, അന്നത്തെ എൻ്റെ കാമുകി വന്നത് ചെറിയാൻ കണ്ടതാണ്. അയ്യോ, കരഞ്ഞില്ല, പൊട്ടിക്കരയൊന്നുമില്ല. അത് വിഷയത്തില്ല. സങ്കടം കാണുമല്ലോ, മൃഗീയ മർദ്ദനം, പോലീസ് കേട്ടോന്നൊക്കെ വായി. ഇതാണ് ഞങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം. ഇതാണ് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു വശമുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ എനിക്കറിയില്ല ഇങ്ങനെ ഉണ്ടോ എന്ന്. ഉണ്ടായാലും മരണം വരെ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഒരുപാട് ആഴമുള്ള ഓർമ്മകൾ, ഹൃദയമാകെ എപ്പോഴും നിറഞ്ഞു കഴിയുന്ന അത്തരം സ്നേഹത്തിൻ്റെ ഓർമ്മകൾ, അത് ആ കാലത്തിൻ്റെതായിരുന്നു. ആ കാലത്തിൻ്റെ സൃഷ്ടാക്കളിൽ ബൗദ്ധികമായ, ആശയപരമായ ഒരു വലിയ സ്വാധീനം ചെലുത്തിയ ഒരുപാട് പേരുടെ മുദ്രയുണ്ട് കാൻഫെഡിന്. അതാണ് കാൻഫെഡിൻ്റെ പ്രത്യേകത. ആ പാരമ്പര്യം മാത്രം പറഞ്ഞാൽ മതിയെന്നാണ് ചെറിയാൻ ചോദിച്ചത്. പാരമ്പര്യം മാത്രം പറഞ്ഞാൽ പോരാ, പാരമ്പര്യ മഹത്വം തന്നെയാണ്. റൂട്ട്സ് ആർ ലവ്ലി, ഡീപ്പ് ആൻഡ് ഡാർക്ക്, ബട്ട് we have miles to go and promises to keep എന്ന് പറഞ്ഞതുപോലെ Canfed has miles to go and a lot of promises to keep. അതിന് കാൻഫെഡ് സജ്ജമാണോ ആണ് വെല്ലുവിളി. ഈ വാർഷികവേളയിൽ കാൻഫെഡിൻ്റെ എല്ലാ പ്രവർത്തകരുടെയും മനസ്സിൽ എത്രമാത്രം ആഴത്തിൽ ഈ ചിന്ത ഒരു അങ്കലാപ്പോ അല്ലെങ്കിൽ അസ്വസ്ഥതയോ അല്ലെങ്കിൽ തിടുക്കമോ ഉണ്ടാക്കാൻ വിജയിക്കുമോ, അതായിരിക്കും കാൻഫെഡിൻ്റെയും ഈ സമ്മേളനത്തിൻ്റെയും വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിർമ്മിത ബുദ്ധിയെപ്പറ്റി ചെറിയാൻ പറയുകയായിരുന്നു. നിർമ്മിത ബുദ്ധിക്കത്തെല്ലാം ആ വാക്കിലുണ്ട് അതിൻ്റെ പരിമിതി. ആ ബുദ്ധി ആരോ ഉണ്ടാക്കിയതല്ല, അത് നിർമ്മിത ബുദ്ധിയാണ്. ഇറ്റ്സ് ഓൾറെഡി നിർമ്മിതമാണത്. ആ ബുദ്ധിയെ നിർമ്മിച്ചതാരാ? ആ ബുദ്ധിയെ നിർമ്മിച്ച് കമ്പ്യൂട്ടറിൽ ഈ പറയുന്ന IT യുടെ അല്ലെങ്കിൽ
നമ്മൾ പറയുന്ന അൽഗോരിതമാക്കി മാറ്റിയതാരാണ്? വിക്കിപീഡിയയിൽ വരുന്ന വിഷയങ്ങളും അറിവുകളും, അല്ലെങ്കിൽ ഗൂഗിളിലെ അറിവുകൾ, ഇപ്പോഴത്തെ ജെമിനിയിലെ അറിവുകൾ, അല്ലെങ്കിൽ ചാറ്റ് GPT അറിവുകൾ, ഇതെല്ലാം ആരുണ്ടാക്കി വെച്ചതാണ്? അതെല്ലാം ഒരു മെഷീൻ ഉണ്ടാക്കി വെച്ചതാണോ? അവിടെ മനുഷ്യനുണ്ട്. അതിൻ്റെ പുറകിൽ അജ്ഞാതമായിരിക്കുന്ന തലച്ചോറുണ്ട്. ആ തലച്ചോറ് മനുഷ്യൻ്റെയാണ്. നിർമ്മത ബുദ്ധിയുടെയും പുറകിലുള്ള ആ ബുദ്ധിയുടെ കാരണക്കാരനാണ് മനുഷ്യൻ. ആ അർത്ഥത്തിൽ മനുഷ്യൻ അജയൻ തന്നെയാണ്. ആ അജയ്യതയ്ക്ക് ശാസ്ത്രം കൊടുത്ത കരുത്ത് വളരെ വലുതാണ്. ആ കരുത്തിനെ ശാസ്ത്രം ഡിസ്ട്രക്റ്റീവായിട്ടും കൺസ്ട്രക്റ്റീവായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് മനുഷ്യൻ. E=mc². വൈജ്ഞാനിക ലോകത്തെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമായിരുന്നു അത്. ഊർജത്തിൻ്റെ രംഗത്തുള്ള മഹത്തായ കണ്ടുപിടുത്തമാണത്. ആ കണ്ടുപിടുത്തത്തിൻ്റെ ഫോർമുലയാണത്. എനർജിയെ പറ്റിയുള്ള ആദ്യത്തെ വിസ്ഫോടനമായിരുന്നു അത്. പക്ഷെ ആ E=mc² പിന്നീട് ആറ്റം ബോംബായി മാറിയത്. രണ്ടും മനുഷ്യനാണ്. ഇതൊരിക്കലും ഡിസ്ട്രക്റ്റീവായ ഒന്നിനു വേണ്ടി ഉപയോഗിച്ചുകൂടാ എന്ന് പറഞ്ഞ നിർമ്മാതാവിൻ്റെയോ കണ്ടുപിടുത്തക്കാരൻ്റെയോ മനുഷ്യൻ്റെ ആഗ്രഹത്തെ തട്ടിമാറ്റിക്കൊണ്ടാണ് അത് ആറ്റം ബോംബായി മാറിയത്. യുദ്ധത്തിൻ്റെ ശക്തികൾക്ക് ആ കണ്ടുപിടുത്തത്തിൻ്റെ ആവശ്യമുണ്ടായത് മരിക്കാനും മരണം വിതയ്ക്കാനും വേണ്ടിയായിരുന്നു. അങ്ങനെ ബോംബുണ്ടായപ്പോൾ ആ ബോംബിന് നിർമ്മാതാക്കൾ വിളിച്ച പേര് നമുക്കെല്ലാം ഓർത്തു വയ്ക്കേണ്ടതുണ്ട്. ആ പേര് ദ ലിറ്റിൽ ബോയ് എന്നായിരുന്നു. ചേടാ ഓമനെ കുട്ടാന്ന്, എൻ്റെ പുന്നാന മോനെയെന്ന്. ബോംബിനെ വിളിക്കുന്ന പേരാണ്. ഹിരോഷിമയിലേക്ക് വർഷിക്കാൻ പോയ ആ ബോംബിനെ കൊണ്ടുപോയ വിമാനത്തിലെ സംഭാഷണങ്ങളിലും ഇവിടുന്ന് കൊടുത്ത കമാൻഡുകളിലുമെല്ലാം അതേപ്പറ്റി പറഞ്ഞത് ദ ലിറ്റിൽ ബോയ്. ആ ലിറ്റിൽ ബോയ് താഴത്തേക്കുള്ള നേരമായോ? നോ വെയിറ്റ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ്, I shall tell you when to drop it. എൻ്റെ കോഡ് പേര് അതായിരുന്നു. ഇതെല്ലാം നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഇൻ വോളിയംസ്. മനുഷ്യൻ്റെ ചിന്തകളെയും ബുദ്ധിയെയും പ്രവർത്തനങ്ങളെയും എല്ലാം സ്വാധീനിക്കേണ്ട ഘടകമേതാണ് എന്ന് പറയുകയാണ്. അവിടെയാണ് കാൻഫർഡ് അക്ഷരങ്ങളെപ്പറ്റി പറഞ്ഞത്. അക്ഷരമാണ് അറിവിൻ്റെ ആദ്യത്തെ കാൽവയ്പ്. നമ്മളെല്ലാം അറിഞ്ഞവർ തന്നെയാണ്. അക്ഷരങ്ങളുടെ കരുത്തിനെപ്പറ്റി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അഗ്നിയെപ്പറ്റി പറയുന്ന ആൾക്കാർ, ഭൂമിയിലേക്ക് അഗ്നി കൊണ്ടുവന്ന ഗ്രീക്കിലെ ഇതിഹാസ കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തെ പോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആദ്യത്തെ അക്ഷരം എത്തിച്ച ആൾ. പഴയ എല്ലാ പദ്യവും എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഞാൻ ഓർക്കുന്നൊരു പദ്യമുണ്ട്. ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന പല പദ്യങ്ങളും ഒരു പദ്യമാണത്. പദ്യമല്ല, സ്കൂളിൽ പഠിച്ചതാണ്. പുറം കണ്ണ് തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ, അകം കണ്ണ് തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം. എന്നാണ് ആ പദ്യം. 2ലോ 3ലോ ഞാൻ പഠിച്ചതാണ്. ആശാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും അറിയില്ല. ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട് ആശാൻ കളരി. വെറും മണ്ണിൽ ഒരു നീണ്ട പലകയിൽ ഇരുന്നിട്ടാണ് അത് പഠിച്ചത്. തറയിലെ പൂഴി മണ്ണിൽ ഈ കുഞ്ഞു വിരൽ പിടിച്ചിട്ട് ആശാൻ ഇങ്ങനെ ഹരിശ്രീ ഗണപതായ നമ എന്നതിന് ചോർമ്മ എനിക്കുണ്ട്. ആശാൻ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ഗുരുവാണ്. പിന്നെ എന്നെ പഠിപ്പിച്ച ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അവർ മിക്കവരെയും എനിക്ക് ഓർമ്മയുമുണ്ട്. പക്ഷേ ഗുരുക്കന്മാരെ പറ്റി പറയുമ്പോൾ ആ ഗുരു സങ്കല്പത്തിൽ എൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം വരുന്നത് ഈ മുഖത്ത് നിറച്ച് വസൂരക്കലയുള്ള ഉരുണ്ട മുഖമുള്ള പൊക്കം കുറഞ്ഞ സ്നേഹത്തിൻ്റെ കടൽ പോലത്തെ ഒരു കടൽ കണ്ണുള്ള ആശാനാണ് എൻ്റെ ആദ്യത്തെ ഗുരു. കാൻഫർഡിൻ്റെ ഈ യോഗത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ആ ഗുരുവിനെ ഓർക്കുന്നു. നരേന്ദ്ര മോഹൻജി ബാബുവിന് അറിയാം ഇയാളെ, ഈ ഗുരുവിനെ. ഞാനും ബാബു ഗുരു വെച്ച് പഠിച്ചതാണ്. ആശാനെ പറ്റി ഞാൻ പറഞ്ഞെന്ന് നരേന്ദ്രൻ പറഞ്ഞാൽ, മോഹൻ ബാബു കാൻഫർഡിൻ്റെ കോട്ടയത്തെ ഭാരവാഹിയല്ലേ? എന്നെ വിളിച്ച് പറഞ്ഞത് മോഹൻ ഡി ബാബു
വൈക്കത്തെ കോൺഗ്രസ് നേതാവാണ്, എൻ്റെ ആത്മസുഹൃത്താണ്. ഞാൻ വൈക്കത്ത് പോയാൽ എത്ര തിരക്കായാലും ബാബുവിനെ കാണാൻ വരും. ബാബു എത്തിയാൽ ഉടനെ എൻ്റെ സഹാക്കൾ പറയും, ഇനി ബിനോയിയെ 1 മണിക്കൂർ നോക്കണമെന്ന് പറയും. ആ 1 മണിക്കൂർ ഞങ്ങൾ മാറി നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ വലിയ ബന്ധങ്ങൾ തന്നെയാണ്. ആശാനെ ഓർത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, അറിവിൻ്റെയും അക്ഷരത്തിൻ്റെയും പ്രാധാന്യം കുറേയില്ല, കൂടുതൽ പോവുകയാണ്. അതുകൊണ്ട് വായന മരിക്കാനൊന്നും പോകുന്നില്ല, വായന മരിക്കില്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ്, നമുക്കെല്ലാവർക്കും ഉറപ്പ് വേണം, വായനയുടെ മീഡിയം മാറും. ദ മീഡിയം ഓഫ് റീഡിങ്, ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അത് മാറാൻ പോവുകയാണ്. ആ മാറ്റത്തെ നാം കാണുന്നുണ്ടോ? ആൻഡ് ആർ വി എക്വിപ്ഡ് ഫോർ ദാറ്റ്? ആ മാറ്റം വരുമ്പോൾ അതിനെ കാണാനും ഉൾക്കൊള്ളാനും അതിനോട് പ്രതികരിക്കാനും ആർ വി എക്വിപ്ഡ്? ഈ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് നമ്മളൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് ചിന്തിക്കാൻ പാടില്ല. എവരി സ്കിൽ ഹാസ് ടു ബി ഡെവലപ്ഡ്. ആ അർത്ഥത്തിൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, നൈപുണ്യ വികസനം ഇന്നത്തെ കാലത്തിൻ്റെ അവശ്യോപാധികളിലൊന്നാണ്. ഈ നൈപുണ്യത്തിൻ്റെ ഭാഷയും സത്തയുമെല്ലാം പ്രധാനമാണ്. അത് മറ്റേ ബോംബായി മാറി അറിവിനെപ്പറ്റി ഓർത്താൽ മതി. ഇന്നും നമ്മൾ അറിയുന്നത് ഏറ്റവും അധികം R&D ഉള്ളത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉള്ളത് യുദ്ധരംഗത്താണ്. ആയുധങ്ങളുടെ നിർമ്മാണ രംഗത്താണ് ഏറ്റവും അധികം R&D ഉള്ളത്. ഭക്ഷണത്തിൻ്റെയോ വിശപ്പ് മാറ്റലിൻ്റെ രംഗത്തല്ല. അവിടെയൊക്കെ R&D ഉണ്ട്. എഡ്യൂക്കേഷൻ്റെ രംഗത്തുമല്ല. ശൂന്യാകാശത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാരൻ ഇന്നിപ്പോൾ ശൂന്യാകാശ നിലയത്തിലുണ്ട് കാര്യം നമ്മളെ എല്ലാം ഊറ്റം കൊള്ളിക്കുന്നുണ്ട്. പണ്ട് നമ്മളെല്ലാം ആരാധിച്ച ഗോളങ്ങളിൽ, ഗ്രഹങ്ങളിൽ മനുഷ്യൻ കാൽകുത്താൻ പോകുന്നുണ്ട്. അത് ആമുഖമായി കഴിഞ്ഞിട്ടുണ്ട്. ചന്ദ്രനിലേക്ക് ആദ്യം പോയപ്പോൾ അത്ഭുതമായിരുന്നു എല്ലാവർക്കും. ഇന്ന് ചോദ്യം അതല്ല. ചോദ്യം ചൊവ്വയിൽ മനുഷ്യനെത്താൻ പറ്റുമെന്നുള്ളതാണ്. അവിടെ ജീവനുണ്ടോ എന്നാണ്. ചൊവ്വയിൽ ജലാംശമുണ്ടത്രേ. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ജീവൻ്റെയും തുടുപ്പുകൾ കണ്ടേക്കാമെന്ന് ശാസ്ത്രം പറയുകയാണ്. നമ്മുടെ കണ്ണുകൾ ചന്ദ്രൻ്റെയും അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അത് പറയുമ്പോഴൊക്കെ ഓർമ്മ വരുന്നത് വയലാറിൻ്റെ പഴയ കവിതയാണ്, മനുഷ്യനെ പറ്റിയുള്ള കവിത. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചക്രവാളത്തിൻ്റെ മതിൽക്കെട്ടിൽ കൊടുങ്കയ്യും കുത്തി നിൽക്കുമെന്നാണ് മനുഷ്യൻ. ഞാൻ ആ കവിതയുടെ ആ സാരാംശം ഇതാണ്, ഞാൻ മനുഷ്യനാണ്. ഈ മനുഷ്യൻ്റെ മഹത്വത്തെപ്പറ്റി പറയുകയാണ്. ഈ മഹത്വത്തിൻ്റെയും വളർച്ചയുടെയും പുറകിലെ ശാസ്ത്രം മികച്ച പങ്കിനെപ്പറ്റി പറയുകയാണ്. ഒരു ഭാഗത്ത് അദ്ദേഹം എഴുതി, ചക്രവാളത്തിൻ്റെ മതിൽക്കെട്ടിൽ ഞാൻ കൊടുങ്കയ്യും കുത്തി നിൽക്കും, ഞാൻ ഗോളങ്ങളെ എടുത്ത് അമ്മാനമാടി കളിക്കുമെന്ന്. പ്രപഞ്ചത്തിലെ ഗോളങ്ങളെ എടുത്ത് അമ്മാനമാടി കളിക്കും. അത് കവിയുടെ ഭാവനയായിരുന്നു. ഇന്ന് ആ ഭാവന സത്യമാണ്. ദൈവങ്ങളായി നമ്മളെല്ലാം ആരാധിച്ചു പോകുന്ന എല്ലാ ഗ്രഹങ്ങളുടെയും നെറുകയിൽ മനുഷ്യൻ കാൽ കുത്തിയിരിക്കുകയാണ്. അത്രയും മനുഷ്യൻ വലുതായി. ആ അളവിൽ അറിവ് വലുതായി, ശാസ്ത്രം വലുതായി. ഈ അറിവിൻ്റെ ലോകത്ത് അന്ധവിശ്വാസം അതിനേക്കാൾ വേഗത്തിൽ വളരുകയാണ്. അന്ധവിശ്വാസങ്ങളുടെ ഫാക്ടറിയായി മാറുകയാണ് മതങ്ങൾ വലുതും. സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും മതവിശ്വാസികളാണ്. ഇവിടെയും അതെ. ഒരുപക്ഷെ ഞാനും ഏതാനും പേര് മാത്രമായിരിക്കും വിശ്വാസിയല്ലാത്തവർ. അതെ, പേരുണ്ടല്ലോ, ഏതാനും പേർ. ഞാൻ ചെറിയാനെ കൂട്ടിട്ടുണ്ട്. വേറെ എനിക്കറിയാവുന്ന കുറച്ച് അപൂർവ പേരോട് നിൽക്കുന്നുണ്ട്, വിശ്വാസമില്ലാത്ത ആളുകൾ, അപൂർവം പേർ. ബാക്കി മഹാഭൂരിപക്ഷം പേരും വിശ്വാസികളാണ്. ഞങ്ങളെല്ലാം ന്യൂനപക്ഷം എന്ന് പറഞ്ഞ പോലെ വളരെ വളരെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ് ഞങ്ങൾ. അത് വിശ്വാസം ഒരു യാഥാർത്ഥ്യമാണ്, മതം യാഥാർത്ഥ്യമാണ്. ഈ മതം അല്ലെങ്കിൽ ആ മതം. അതുകൊണ്ട് വിശ്വാസങ്ങളെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, യഥാർത്ഥ വിശ്വാസത്തെ, വിശ്വാസികളെ
സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഒരു അവിശ്വാസിയാണ് ഞാനെന്ന എൻ്റെ പ്രയോഗം എപ്പോഴും. ഞാൻ അവിശ്വാസിയാണ്, പക്ഷെ യഥാർത്ഥ വിശ്വാസിയോട് എനിക്ക് വിശ്വാസമാണ്. യഥാർത്ഥ എന്ന വാക്കിന് അടിവരയുണ്ട്. യഥാർത്ഥ വിശ്വാസികളുടെ എണ്ണം കുറയുകയാണ്. യഥാർത്ഥ വിശ്വാസികളുടെ എണ്ണം കുറയുന്നു. വിശ്വാസത്തിൻ്റെ പേരിൽ കോപ്രായം കാട്ടുന്നവരുടെ എണ്ണം കൂടുന്നു. അതിൻ്റെ തടവിലാണെന്ന് വിശ്വാസങ്ങളെല്ലാം. അതുകൊണ്ട് വിശ്വാസങ്ങൾ മനസ്സർപ്പിച്ച ആളുകളിൽ ഭൂരിപക്ഷം പേരെ യഥാർത്ഥ വിശ്വാസിയുടെ ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ വിശ്വാസങ്ങൾക്ക് ഭാവിയുണ്ട്. അല്ലെങ്കിൽ വിശ്വാസങ്ങളും കുഴപ്പത്തിലാകും. ഇപ്പോഴത്തേതുപോലെ പോയാൽ വിശ്വാസങ്ങളെല്ലാം കാപട്യത്തിൻ്റെ, ചൂഷണത്തിൻ്റെ, കൊള്ളയുടെ എല്ലാം കേന്ദ്രമായിട്ട് മാറും. എല്ലാ വിശ്വാസങ്ങളും അങ്ങനെയാണത്. ബോധപൂർവം തന്നെ എന്ന് പറയണം. അന്ധവിശ്വാസങ്ങളുടെ കാവൽപ്പുരിയായി മാറി. അത് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറി. ഇന്ന് മതം നേരിടുന്ന വലിയ വെല്ലുവിളി, മതത്തിലും ദൈവത്തിലും വിശ്വസിക്കാത്ത ഞാനോ ചെറിയാനോ അല്ല, ലോകത്തുള്ള എല്ലാ അവിശ്വാസികളെയും ചുവട്ടി വെച്ചാലും അവരുമല്ല മതത്തിൻ്റെ ഭീഷണി. മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മതം പറയാത്ത എല്ലാവർക്കും പോകുന്ന, ദൈവത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന, ദൈവത്തെ കാപട്യത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും മറിയാക്കി മാറ്റിയ അത്തരം ശക്തികളാണ് വാസ്തവത്തിൽ മതം നേരിടുന്ന വെല്ലുവിളി. അതിനാൽ യഥാർത്ഥ വിശ്വാസിക്കുന്നുള്ളൊരു വലിയ കടമ എൻ്റെ അഭിപ്രായത്തിൽ ഈ കപട ശക്തികളിൽ നിന്ന് സ്വന്തം വിശ്വാസങ്ങളെയും മതത്തെയും മോചിപ്പിക്കലാണ്, അല്ലാതെ ഞങ്ങളെ ചീത്ത വിളിക്കലല്ല. അവിശ്വാസിയായതുകൊണ്ട് നീയൊക്കെ പിഴയാണ്, സ്വർഗത്തിൽ പോകില്ല എന്ന് പറയണ്ട. സ്വർഗത്തെ വെറുതെ വിടുക, നരകത്തെയും വെറുതെ വിടുക, ഞങ്ങളെയും വെറുതെ വിടുക. നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ ആ പവിത്രത, അതിൽ യഥാർത്ഥ ദൈവസങ്കല്പം അറിയാതെ ഒരുപാട് നേരം ഞാൻ സംസാരിച്ചു പോയി. അത്രയും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചതല്ല. അതേപ്പറ്റി ചിന്തിക്കാൻ കാലമായി. മതത്തിൽ നിന്നും ദൈവം കുടിയിറക്കപ്പെട്ടാൽ ഈ ചോദ്യം സാങ്കല്പികമല്ല. ഇന്നത്തെ കാലത്ത് ലോകത്തുള്ള എല്ലാ മതങ്ങളും നേരിടുന്ന വലിയ വെല്ലുവിളി അതാണ്. മതങ്ങൾക്കുള്ളിൽ നിന്നും ദൈവം കുടിയിറക്കപ്പെടുകയാണ്. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സ്ഥാനത്തേക്ക് ഇന്ന് പണം കടന്നു വരികയാണ്. എല്ലാ മതങ്ങളെയും ഇന്ന് ആ വെല്ലുവിളി ഭീകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ദൈവം ഒഴിവാക്കപ്പെട്ട സ്ഥലത്തേക്ക് ഒരു പുത്തൻ ദൈവമായിട്ടുള്ള പണം കടന്നു വരുന്നു. അതുകൊണ്ട് പണം ദൈവമായി മാറുന്ന സ്ഥലമാണ് ഇന്നത്തെ പല വിശ്വാസങ്ങളും. അതിനാൽ ഇത് ഒരു പുതിയ മതം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം പുതിയ മതം, ന്യൂ റിലീജിയൻ ഉണ്ടായിട്ടുണ്ട്. ആ മതത്തിന് കൊട്ടാരങ്ങളും അമ്പലങ്ങളും പള്ളികളൊന്നും ആയിട്ടില്ല. പക്ഷെ ആ മതത്തിൻ്റെ പേര് എന്ന് വെച്ചാൽ ആർത്തി എന്താണ്? ആർത്തിയാണ് പുതിയ മതം. പുതിയ മതം വന്നാൽ ആ മതത്തിന് ദേവാലയങ്ങൾ വേണം. ആ മതം കെട്ടിപ്പറ്റ ദേവാലയമാണ് വാസ്തവത്തിൽ കമ്പോളങ്ങളല്ല. നമ്മുടെ ചാലക്കമ്പോളമോ പാളയം കമ്പോളമൊന്നുമല്ല. വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ട്രാൻസാക്ഷൻ്റെ വേദിയാണ് പുതിയ കമ്പോളങ്ങൾ. ആ കമ്പോളമാണ് പുത്തൻ ദേവാലയങ്ങൾ. അവിടെ വാഴുന്ന ദൈവമാണ് പണം. ആ പണം വെറും പണമല്ല. ലോകത്തെ മുഴുവനും കൊന്നൊടുക്കിയിട്ടും ലാഭം കൊയ്യാൻ മടിക്കാത്ത ശക്തികൾ കുന്നുകൂട്ടിയ പണമാണത്. ആ പണം ദൈവമായി മാറുന്നു. ആ പണത്തിന് വേണ്ടി പരക്കം പാച്ചിലായ ആർത്തി അത് മതമായി മാറുന്നു. അതിൻ്റെ മതമാണ് വാസ്തവത്തിൽ നമ്മൾ നേടുന്ന പുതിയ വെല്ലുവിളി. ഹിന്ദുമതവും ഇസ്ലാമും ക്രിസ്തുമതവും സിഖ് മതവും ജൈനമതവും അടക്കമുള്ള എല്ലാ മതങ്ങളും ഈ സത്യം കാണാൻ വൈകിയാൽ ആ മതങ്ങളിലെ എല്ലാം യഥാർത്ഥ വിശ്വാസിക്കുന്ന ആളെ കരയേണ്ടി വരും. അതുകൊണ്ട് ഒരു അവിശ്വാസിയായ ഞാൻ എല്ലാ വിനയത്തോടും കൂടി ഈ വെല്ലുവിളിയെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. സാക്ഷരത എന്ന് പറയുന്നത് വെറും ഒരു
ABCD ഹരിശ്രീ ഗണപതായ എന്ന എഴുത്ത് മാത്രമല്ല, സാക്ഷാത് ഈ ലോകത്തെ പറ്റിയുള്ള ഇത്തരം വ്യഥകളുടെ കൂടി അറിവാണ്. വ്യഥകളുടെ അറിവ്. പണ്ട് നമ്മൾ അതിനെ വിളിച്ച് ധർമ്മസങ്കടം എന്നായിരിക്കും. ധർമ്മസങ്കടമോ അതില്ലാത്ത ആരാ ഉള്ളത്? ഇവിടെ നിൽക്കുന്ന ആർക്ക് പറയാൻ കഴിയും ഞാൻ പൂർണ്ണമായിട്ടും സംതൃപ്തനാണെന്ന്? ഒരാൾക്കും പറയാൻ പറ്റില്ല. എൻ്റെ മനസ്സ് ശാന്തമാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ഇവിടെ ഒരാൾക്കും പറയാൻ പറ്റില്ല. ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും അയാൾ അല്ലെങ്കിൽ അവൾ കള്ളം പറയുകയാണ്. ഒരുപാട് പണമുണ്ടായിട്ടെന്ത് കാര്യം? എല്ലാം വെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ടെന്ത് കാര്യം? നിങ്ങൾ കുന്നുകൂട്ടിയ പണവും നിങ്ങൾ വെട്ടിപ്പിടിച്ച സാമ്രാജ്യങ്ങളും എല്ലാം വെറും പൊള്ളയാണ്. സമാധാനവും ശാന്തിയും ഉണ്ടായില്ലെങ്കിൽ അതിപ്പോഴും ദൂരെയാണ്. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ വിളിച്ചു. അപ്പോൾ മതങ്ങളുണ്ടായി. ആ ദൈവത്തെയും ആ മതങ്ങളെയും പണം വിഴുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദ ക്രൈസിസ് ഇസ് റിയലി സീരിയസ്. ഈ പ്രതിസന്ധി വളരെ ഗൗരവമേറിയ ഒന്നാണ്. അത് മനുഷ്യനെ മതിക്കുന്നുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏതെല്ലാമോ തലത്തിൽ ഇത്തരം മനുഷ്യവധകളെപ്പറ്റി കൂടി നമുക്ക് ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് സൈക്കോളജിയുടെ എഴുതിവെച്ച പാഠങ്ങൾക്കപ്പുറത്തേക്കും അത് വളരേണ്ടതുണ്ട്. ഇത്തരം എല്ലാ ചിന്തകൾക്കുമുള്ള ഒരു വേദിയായിട്ട് സാക്ഷരതയുടെ വേദിക്ക് മാറാൻ കഴിയും. അതിലൊരു അക്ഷരപ്പെടുത്തം മാത്രമല്ല സാക്ഷരത. മതത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ കടമ എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവെ ഒരു പറ്റം വിശുദ്ധകൾ പറയുന്നു ഇന്ന തരത്തിലെ കുട്ടികൾ വ്യായാമം ചെയ്യാവൂ, വ്യായാമത്തിന് പോകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ കൈവെക്കാവൂ, വ്യായാമത്തിൻ്റെ സമയത്തുള്ള കാലുകളുടെ നീക്കത്തെപ്പറ്റിയൊക്കെ ഉത്കണ്ഠയേറെയുണ്ടെന്ന് പറയുന്നു. അത് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റിയുള്ള യുദ്ധത്തിൻ്റെ കടമയാണത്രേ മതത്തിൻ്റെ കടമയെന്ന് പറയുന്ന ആളുകളെല്ലാം ചുരുക്കി പറഞ്ഞാൽ മതത്തിൻ്റെ യഥാർത്ഥമായ ഗൗരവമേറിയ വിപുലമായ കടമകളെപ്പറ്റി ചിന്തിക്കാത്തവരാണ്. അവരാണ് വിദ്യാലയങ്ങളിലെ ഒരു വ്യായാമ രീതിയെപ്പറ്റിയുള്ള ഒരുപാട് പ്രശ്നമുണ്ടാക്കാൻ നിൽക്കുന്ന ആളുകൾ. നമ്മുടെ മക്കളാണവർ. അവരെല്ലാം വലുതാകുമ്പോഴത്തേക്ക് കൈയും കാലൊക്കെ വലുതാകും, അവരുടെ മാറിടം വലുതാകും. അതെല്ലാം ഉള്ളത് കൊണ്ട് അവരെ നമ്മൾ കാണേണ്ടത് വെറും അങ്ങനെ തന്നെയാണോ കാണേണ്ടത്? അങ്ങനെയുള്ള ആണും പെണ്ണും കൂടെ കൂട്ടിമുട്ടിയാൽ ലോകം ഇടിഞ്ഞ് വീഴുമോ? ഞങ്ങളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ സ്കൂളിൽ ആൺപിള്ളേർക്ക് ഒരു ബെഞ്ച്, പെൺപിള്ളേർക്ക് വേറൊരു ബെഞ്ച്. ആ ബെഞ്ച് മാറി ഇരുന്ന് പോയാൽ അയ്യേ ആ കുട്ടി വന്നത് ഞങ്ങളെ കണ്ട് നിൽക്കുന്നു എന്ന് പറയും, കളിയാക്കും പെൺകുട്ടികൾ. ഞങ്ങളും പറയും നീ എന്താണ് കാണിച്ചത്, അത് ഗേൾസിൻ്റെ ബെഞ്ചല്ലേ. ഇന്നങ്ങനെ ഉണ്ടോ? നമ്മുടെ മക്കൾ ഒരേ ബെഞ്ചിലിരിക്കുന്നു, തോളത്ത് കൈയിടുന്നു. നമ്മൾ പണ്ട് ചെയ്യാൻ ഭയപ്പെട്ടതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ബന്ധങ്ങൾക്ക് ആ കാലത്തേക്കാൾ കുറച്ചുകൂടെ അന്തസ്സും പാവനതയും ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ദേ ആർ മോർ ഓപ്പൺ, they are more serious and they are more brave than we people. ഈ തലമുറയേക്കാളും ധീരതയുള്ള തുറസ്സുള്ള തലമുറയാണ് നമ്മുടെ മക്കളുടെ തലമുറ. നമ്മൾ പണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തലമുറ രഹസ്യമായിട്ട് അപ്പുറത്തെ പെൺകുട്ടിയെ നമ്മൾ അറിയാതെ നോക്കിയിട്ടുണ്ട്, ഏറുകണ്ണിട്ട്. ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഇടി എന്ന് വിളിച്ചുകൊണ്ട് നോക്കും. തരം കിട്ടിയാൽ നമ്മുടെ തലമുറ ഒരു പെൺകുട്ടിയുടെ ദേഹത്തെ സ്പർശിച്ചത് ചിലപ്പോൾ നേരായ രീതിക്കായിരിക്കില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾ നേരായ രീതിക്ക് ഒരാണും പെണ്ണും കൂടെ മുട്ടിപ്പോയാൽ ഗർഭം ഉണ്ടാകാൻ നമുക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ഗർഭം ഉണ്ടാകില്ല. അത് മുട്ടാം, ഒരുമിച്ചിരിക്കാം, സഞ്ചരിക്കാം. ഈ മാറ്റം ലോകത്തുണ്ടായ മാറ്റമാണ്. അവയ്ക്ക് നേരെ എല്ലാ വാതിലും കുട്ടിയടച്ചുകൊണ്ട് നമ്മൾ ഏത് ഗുഹകളിലേക്കും പോയി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി പാർപ്പിക്കും തടവറയിൽ.
തലമുറയ്ക്ക് വേണ്ടിയല്ല അറിവുകളല്ല. അതുകൊണ്ട് അവരെ ഒന്നും പഠിപ്പിക്കേണ്ട എന്നല്ല, മൂല്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട എന്നല്ല. പക്ഷെ എന്താണ് വാസ്തവത്തിൽ മൂല്യം, അതും ചിന്താ വിഷയമാണ്. അങ്ങനെ നോക്കിയാൽ ഈ തലമുറ ഒരുപാട് ആഴമുള്ള ഗുണങ്ങൾ നിറഞ്ഞ തലമുറയായിട്ടാണ് എൻ്റെ വിശ്വാസം. ആ തലമുറയ്ക്ക് പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാരണക്കാർ നമ്മളാണ്. അവരെ അംഗീകരിക്കാനും വിശ്വസിക്കാനും അവരുടെ കഴിവുകളെ മാനിക്കാനും പരാജയപ്പെട്ട കൂട്ടക്കാത്ത, അതിനെയാണ് അവരിപ്പോൾ തന്ത വൈബ് എന്ന് വിളിക്കുന്നത്. തന്തവേബിൻ്റെയും തള്ളവേബിൻ്റെയും തടവുകാരായ നമ്മളാണ് നമ്മുടെ മക്കളുടെ യഥാർത്ഥ വൈബുകളെ കൂച്ചുവിലം കിട്ടവർ. ആ കൂച്ചുവിലങ്ങ് പൊട്ടിക്കാനും കഴിയണം സാക്ഷരതയ്ക്ക്. കാൻഫഡിൻ്റെ വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ PTB വിജയും പണിക്കർ സാറിനെയും മറ്റും ഓർക്കുമ്പോൾ ഇങ്ങനെ പറയാൻ എനിക്ക് തോന്നിപ്പോകുന്നു. അത് എത്രയും പറഞ്ഞുകൊണ്ട് നീണ്ടുപോയി എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഞാൻ എല്ലാ ആദരവോടും കൂടി ഈ 48ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ഇവിടെ ഇരിക്കേണ്ടതാണ് എൻ്റെ കടമയെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിരിക്കാൻ നിർത്തിയില്ല. ഉടനെ തന്നെ ഞാൻ പോകും. അത് അനാദരവല്ല, മര്യാദകേടല്ല, എനിക്ക് പോയേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകാനും സമ്മതം ആവശ്യപ്പെടുന്നു. ഓക്കെ. പ്രിയമുള്ളവരെ, നമ്മുടെ കാൻഫഡിൻ്റെ 48ാമത് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തോടൊപ്പം നടന്ന് നീങ്ങിയ ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് കാൻഫഡ്. നമ്മുടെ സംഘടന ഇന്ന് മറ്റൊരു ചരിത്ര ദൗത്യത്തിന് മനസ്സുകൊണ്ട് തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് കാൻഫഡ് ചെയർമാൻ ബഹുമാനായ ശ്രീ BS ബാലചന്ദ്രൻ നമ്മളോടിവിടെ സ്നേഹപൂർവ്വം അഭിപ്രായപ്പെട്ടത്. 4 ദൗത്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പുതിയൊരു അധ്യായങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കാൻഫഡ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അതിൻ്റെ യാത്ര തുടരുന്നു എന്നതാണ് ഇന്നത്തെ ആ തീരുമാനമെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന ഘടകം. ഞാൻ എൻ്റെ വാക്കുകൾ വളരെ ചുരുക്കിക്കൊണ്ട് ഇന്നിവിടെ അവതരിപ്പിക്കപ്പെട്ട ഈ വിഷയത്തിൽ ഇനി അങ്ങോട്ടുള്ള ചർച്ചകൾക്ക് ഒരു തിരി കൊളുത്തുക എന്ന ഉദ്ദേശം മാത്രമാണ് എൻ്റെ ഈ വാക്കുകളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞൊരു പ്രധാന കാര്യം, 50ാം വാർഷികം നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു വേൾഡ് സമ്മിറ്റിലേക്ക് പോവുകയാണ്. അനൗപചാരിക വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ വൻകരകളിലുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളെ നമ്മളിവിടെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാൻഫഡ് ഒരു അന്തർദേശീയ സമ്മേളനം, വേൾഡ് സമ്മിറ്റ് ഇവിടെ സംഘടിപ്പിക്കും. അത് കേൾക്കുമ്പോൾ വലിയൊരു സംരംഭമാണ് എന്ന ഒരു ആകാംക്ഷ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള ആശങ്കകൾക്ക് ഇട നൽകാതെ അതിനുള്ള അവകാശം നമ്മളിലാണ് നിക്ഷിപ്തം. കാരണം ലോകത്തിലെ ഒരു കൊച്ചു സംസ്ഥാനം ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുക എന്ന് പറയുന്ന അനിതര സാധാരണമായ ഒരു സാംസ്കാരിക ദൗത്യം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ആ ആശയം കേരളത്തിൻ്റെ മണ്ണിൽ അവതരിപ്പിച്ചത് കാൻഫഡ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. വായിച്ചു വളരുക, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പലരുടെയും നെറ്റി അന്ന് ഉയർന്നു. ഇതൊക്കെ പ്രായോഗികമാണോ എന്ന് അഭിപ്രായപ്പെട്ട സാഹിത്യകാരന്മാരുണ്ട്, വിദ്യാഭ്യാസ വിചക്ഷകന്മാരുണ്ട്, വിദ്യാഭ്യാസ വിദഗ്ധന്മാർ പോലും ഉണ്ടായിരുന്നു എന്നതൊന്നും നമ്മൾ ഇന്നിവിടെ ഓർത്ത് പരിഭവപ്പെട്ട് പറയുന്നില്ല. പക്ഷേ അവരുടെ ആശങ്കകളൊക്കെ തന്നെ അണിയറയിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു കൊച്ചു സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്ന ഒരു വലിയ ദൗത്യം നിറവേറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആശയം നാം മലയാളത്തിൻ്റെ മണ്ണിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, അത് മലയാളി മനസ്സിനെ കൊണ്ട് സ്വീകരിക്കത്തക്ക വിധത്തിലുള്ള ഒരു ആജ്ഞാശക്തി കാൻഫഡിൻ്റെ അന്നത്തെ നമ്മുടെ മഹാരഥന്മാരായ സാരഥികൾക്കുണ്ടായിരുന്നു എന്നുള്ളതും ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാൻഫഡിൻ്റെ പ്രവർത്തകന്മാർ സാക്ഷരതയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും
ആ സാക്ഷരതാ യജ്ഞത്തിൽ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കാളികളായവരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, നമ്മളിതിൽ പങ്കാളിയായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു. ഇങ്ങനെ അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ മേഖല ഏറെ പ്രധാനപ്പെട്ടതാണ് എന്ന് തെളിയിച്ചു കൊടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായ നമ്മൾക്ക് അവകാശപ്പെട്ടതാണ് അനൗപചാരികമായ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വേൾഡ് സമ്മിറ്റ് നടത്തിക്കൊണ്ട് അതിൻ്റെ വക്താക്കളായിട്ട് നമുക്ക് മാറുവാനുള്ള അവസരം നാം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം എന്ന് പറയാനാണ് ഞാൻ ഈ വാക്കുകൾ ആമുഖമായി സൂചിപ്പിച്ചത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇന്നിവിടെ ശ്രീ മൊയ്സനുമായി ചേർന്നുകൊണ്ട് നമ്മൾ വേൾഡ് സ്കിൽ കൗൺസിലിൻ്റെ പ്രതിനിധിയുമായി ചേർന്നുകൊണ്ട് നമ്മളൊരു ഉടമ്പടി ഇന്നിവിടെ സൈൻ ചെയ്യുക. ഒരു MOU, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഘടകം? നമ്മുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ്. അത് മലയാളി വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. ഇവിടെ പറഞ്ഞതുപോലെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ നേട്ടങ്ങൾ വളരെ വലുതാണ്. പക്ഷെ നമ്മൾക്കറിയാവുന്ന ഒരു കാര്യം, നമ്മുടെ മലയാളികളായ കുട്ടികൾ എത്ര ഉയർന്ന റാങ്കും അതുപോലെ തന്നെ മാർക്കും നേടി ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവർ കുറച്ച് പിന്നിലേക്ക് പോകുന്നു. അത് നമുക്കറിയുന്ന കാര്യമാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഈ കരിയർ ഗൈഡൻസിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു എളിയ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ നമുക്കറിയുന്ന കാര്യമാണ്. നമ്മുടെ മലയാളികളായ കുട്ടികളോട് ഒരു വിഷയത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് വേണമെങ്കിൽ 10 മിനിറ്റ് നേരം വളരെ ആധികാരികമായി പറയും. പക്ഷെ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ മഹാരഥന്മാരായ നേതാക്കന്മാർ പോലും ചാനൽ ചർച്ചകൾ പങ്കെടുക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് റിപ്പോർട്ടിംഗ് സ്റ്റൈലേ അറിയുള്ളൂ. പെട്ടെന്നൊരു പിന്നെ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ആ ലോജിക്കൽ സ്റ്റൈൽ അറിയില്ല, തർക്കശാസ്ത്രം അറിയില്ല. നാം തത്വശാസ്ത്രം പറയും, പക്ഷെ നമ്മൾക്ക് തർക്കശാസ്ത്രം അറിയില്ല. ഇന്റർവ്യൂ എന്ന് പറയുന്നത് 3 മിനിറ്റ് നേരം കൊണ്ട് അളക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മൾ തത്വചിന്തയും മറ്റു കാര്യങ്ങളും പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. അവിടുത്തെ ചോദ്യത്തിന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഉത്തരം കൊടുക്കാൻ കഴിയുമെന്നാണ്. മലയാളികൾക്ക് സാധിക്കുന്നില്ല, കുട്ടികൾക്ക് സാധിക്കുന്നില്ല എന്ന് സർവേ തെളിയിച്ചിരിക്കുക. ആ സ്ഥാനത്താണ് നമ്മൾ കാൻഫെഡ് ഇപ്പോൾ പുതിയൊരു തീരുമാനം എടുത്തിരിക്കുന്നു. എന്താണ്? സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ വേൾഡ് സോഫ്റ്റ് സ്കിൽ കൗൺസിലുമായി ചേർന്നുകൊണ്ട് നമ്മൾ ഇന്നൊരു ഉടമ്പടി സൈൻ ചെയ്യും. അതേറെ ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനിത് പറയാൻ ഒരു പ്രധാന കാരണം, ഞാൻ 1 മിനിറ്റ് കൂടി എടുക്കുന്നുള്ളൂ. ഞാനിത് പറയാനൊരു പ്രധാന കാരണം, കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾ അതിൻ്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ചില സംരംഭങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾ നടത്തിക്കഴിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സാധ്യതകൾ വളരെ അനന്തമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രധാന കാരണം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, നമ്മളിപ്പോൾ ഈ അനൗപചാരികമായ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയുടെ ചക്രവാളം ഇങ്ങനെ വികസിക്കുകയാണ്. ഔപചാരികമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു 15 വർഷം കൊണ്ട് അതിങ്ങനെ നമ്മുടെ OV വിജയന്റെ നോവലിൽ പറഞ്ഞതുപോലെ ക്രമേണ അലിഞ്ഞലിഞ്ഞില്ലാതാകുന്ന നിസാരമായ ഒരു അങ്ങനെയല്ല, സന്ധ്യാവെളിച്ചത്തിൽ അലിഞ്ഞലിഞ്ഞില്ലാതാകുന്ന നിസാരമായ ഒരു സംഭവം എന്ന് OV വിജയൻ പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിസാരമായൊരു സംഭവം എന്നല്ല ഞാൻ പറയുന്നത്, അത് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകാൻ വേണ്ടി പോവുകയാണ്. അവിടെയാണ് ശ്രീ BS ബാലചന്ദ്രൻ സാർ ഇന്ന് അവതരിപ്പിച്ച ഈ ഒരു ആശയം എത്രമാത്രം പ്രസക്തമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോഴ് നമ്മുടെ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, നമ്മുടെ IGNO, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മൾ എന്താണോ IGNO ഈ വർഷം പ്രഖ്യാപിച്ചത് അത് നമ്മൾ ഈ വർഷം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടത്, നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഈ സാമ്പ്രദായികമായ പഠന പ്രക്രിയയൊക്കെ തന്നെ മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ FIUG എന്ന് പറയുന്ന 4 വർഷ കോഴ്സിൽ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം, 4 വർഷം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം, 3 വർഷം കഴിഞ്ഞ് മറ്റൊരു കോഴ്സിന് ചേരാം. അപ്പം നമ്മുടെ ഈ ഔപചാരികമായ പഠനത്തിൻ്റെ സ്ട്രക്ചറൊക്കെ ഇന്ന് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ മാറുകയും UGC അത് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു കോഴ്സിന് പഠിക്കുമ്പോൾ തന്നെ മറ്റൊരു കോഴ്സിന് പഠിക്കാമെന്നുള്ള മാറ്റങ്ങൾ പോലും UGC അംഗീകരിച്ചിരിക്കെ ഇപ്പോൾ IGNO ഈ വർഷം ജൂലൈ 15 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. IGNO ഇപ്പോൾ ഈ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്ന കോഴ്സ് എന്താണോ അതാണ് നമ്മളിപ്പോൾ ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. നോക്കൂ, UGCയും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും റേറ്റിംഗിൽ 1ാം സ്ഥാനത്തുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് IGNO.
അതിന്റെ ബിരുദം ലോകത്തിലെ എല്ലാ സർവകലാശാലകളും അംഗീകരിക്കണമെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞു. ആ ഇഗ്നോ എന്താണോ വിഭാവനം ചെയ്തത് അത് കാൻഫെഡ് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് ഇന്ന് ഞങ്ങൾക്കൊക്കെ അയച്ചൊരു മെസ്സേജ് ഉണ്ടല്ലോ, എന്താണ് രാവിലത്തെ മോർണിംഗ് മെസ്സേജിൽ എന്താണ്? നോളജ് ഈസ് ട്രഷർ ബട്ട് പ്രാക്ടീസ് ഈസ് ദി കീ ടു ഇറ്റ്. പണ്ട് പി എൻ പണിക്കർ സാറ് പറഞ്ഞത് ഇവിടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പി എൻ പണിക്കർ സാറ് പറഞ്ഞു, അക്ഷരം എന്ന് പറയുന്ന താക്കോൽ ഉപയോഗിച്ചുകൊണ്ടാണ് അറിവെന്ന് പറയുന്ന പൂട്ട് തുറക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇന്ന് താങ്കൾ ഞങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നു, നോളജ് ഈസ് ട്രഷർ ബട്ട് പ്രാക്ടീസ് ഈസ് ദി കീ ടു ഇറ്റ്. നമ്മൾ ഇഗ്നോയും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും UGC എന്താണോ ഈ വർഷം വിഭാവനം ചെയ്തത് അത് അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ കാൻഫെഡ് ഇന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് ശ്രീ BS പാലയത്തിന് പറഞ്ഞു. ഞങ്ങൾ താങ്കളുടെ കൂടെയുണ്ട്. നമ്മൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുകൂടി PN പണിക്കരുടെയും അതുപോലെ തന്നെ PT ഭാസ്കർ പണിക്കരുടെയും നാമധേയത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്തായി സംസാരിക്കുന്നതിനായി കാൻഫെഡിന്റെ വൈസ് ചെയർമാൻ ഡോക്ടർ കിണാവല്ലൂർ ശ്രീ ശശിധരനെ ക്ഷണിക്കുന്നു. ധന്യമായ അധ്യക്ഷ വേദിക്ക് നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ള കാൻഫെഡിൻ്റെ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. കാൻഫെഡിൻ്റെ വേദിയിൽ നിൽക്കുമ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഓരോ ജില്ലാ കമ്മിറ്റിക്കും ഉണ്ടായെങ്കിൽ നന്നായി. ചായ കുടിക്കുന്നത് നല്ലതാണ്. ചായക്കപ്പുറത്ത് ഇവിടെ പറയുന്ന മഹത്തായ കാര്യങ്ങളുണ്ട്. അതിലേക്കൊരു ശ്രദ്ധ കൊണ്ടുവരണം. അതിനുവേണ്ടി എത്രയും വേഗം, ചായ അല്ല പ്രധാനം, അത് നമ്മൾ നിത്യവും കഴിക്കുന്നതല്ലേ. ദയവായി വേദിയിലേക്ക് വന്നിരിക്കണം എല്ലാവരും എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ ഗൗരവകരമായ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് കാൻഫെഡ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ ശ്രീമാൻ എൻ്റെ പ്രിയ സുഹൃത്ത് ബാലചന്ദ്രൻ്റെ കൂടെ 77, 78 കാലഘട്ടം മുതൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കറിയാം. അഭിമന്യനായ ഗ്രന്ഥാലയ മഹർഷി എന്ന് പറയും ഞങ്ങളൊക്കെ പറയുന്ന വിശേഷിപ്പിക്കുന്ന PN പണിക്കർ സാറിന്റെ കൂടെ 15 കൊല്ലത്തിലധികം ഒന്നിച്ചു പോവാൻ കഴിഞ്ഞ ഭാഗ്യം കിട്ടിയവരാണ് ഞങ്ങളൊക്കെ. ആ നിലയ്ക്ക് ഇതിന്റെ ദൗത്യം എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. പണിക്കർ സാർ അന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നത്, മഹാത്മാഗാന്ധി പറഞ്ഞു, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു, ജനങ്ങളെ സത്യം പഠിപ്പിക്കണം, അനൗപചാരിക വിദ്യാഭ്യാസം അതിനുവേണ്ടി ആരംഭിക്കണം, എല്ലാവരും ഗ്രാമങ്ങളിലേക്ക് പോകണം, ഗ്രാമങ്ങളിൽ നിന്ന് ആരംഭിക്കണം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത്, കോൺഗ്രസിനെ പോലും പിരിച്ചുവിടണമെന്ന് പറഞ്ഞത് ഈ ഉദ്ദേശത്തിലാണ്. പക്ഷേ അദ്ദേഹം വീണ്ടും തുറന്നു പറഞ്ഞു, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 50 വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം കുരങ്ങന്റെ കയ്യിലെ പൂമാലയാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. പണിക്കർ സാറിന്റെ വാക്കാണിത്. പഴയ ആളുകൾക്കൊക്കെ അറിയാം, കേട്ട് കേട്ട് ഞങ്ങളൊക്കെ മടുത്തിട്ടുള്ളതാണ്. അത് ഏറെക്കുറെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഭാരതത്തില്. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണത്, ഒരു പുതിയ കാര്യമല്ല. ഇന്ന് ഭാരതത്തിന്റെ മുഖത്തേക്ക് നോക്കി 1936 മഹാത്മാഗാന്ധി ഭാരത മാതാവിന്റെ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി 1936 ഭാരത മാതാവിന്റെ ചിത്രമുള്ള ഒരു ക്ഷേത്രം നോർത്ത് ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്തതാണ് മഹാത്മാഗാന്ധി. ഇന്ന് ഭാരത് മാതാ കി ജയ് എന്ന് പറയാൻ കോൺഗ്രസ്സുകാരന് മടിയാണ്, മറ്റുള്ളവർക്ക് പലർക്കും അത് ബുദ്ധിമുട്ടാണ്. വന്ദേ മാതരം എന്ന് വിളിക്കുന്നില്ല. ഈ അവസ്ഥയിലൊക്കെ നമ്മൾ മാറിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ 50 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ കുറെയൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് വന്ദേ മാതരം എന്ന് വിളിക്കുന്നത് അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ
അടിമത്വത്തിനെതിരെ മുഷ്ടി ചുരുട്ടി വീശിക്കുന്ന മുദ്രാവാക്യമാണ് വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ് എന്നൊക്കെ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായി തഹസിൽദാരായിരുന്നു. അപ്പോഴ് ഒരു പട്ടാളക്കാരൻ മരിച്ചിട്ട് ആ ബോഡി നാട്ടിലേക്ക് വന്നു. ഒരു അത്ഭുതകരമായ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു. നമ്മുടെ പണിക്കർ സാർ പറഞ്ഞ വാക്ക് എത്ര ശരിയാണെന്ന് എനിക്ക് അപ്പോഴാണ് ബോധ്യമായത്. പട്ടാളക്കാരന്റെ മൃതദേഹം ഗ്രാമത്തിലെത്തിയപ്പോ 10,000-കണക്കിന് ആളുകൾ അടിച്ചുകൂടി. പണ്ടൊക്കെ ഒരു പട്ടാളക്കാരൻ മരിച്ച ഒരു പെട്ടി മാത്രമേ വരുള്ളൂ നാട്ടിലേക്ക്. പണ്ടൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പെട്ടി മാത്രം, ആരും അറിയേയില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. അടൽ ബിഹാരി വാജ്പേയി ഒക്കെ വന്നതിന് ശേഷം അതിന്റെ രൂപം തന്നെ മാറി. ഒരു വീരപുരുഷന്റെ രൂപത്തിലേക്ക് ആ പട്ടാളക്കാരൻ മാറുകയാണ്. അവിടുത്തെ റോഡിന് പോലും ആ ജവാന്റെ പേരാണ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോഴ്. അപ്പൊ ആ പട്ടാളക്കാരന്റെ ബോഡി വന്ന സമയത്ത് ആ പട്ടാളക്കാരൻ പഠിച്ച ഹൈസ്കൂളിൽ ആ ബോഡി പൊതുദർശനത്തിന് വെച്ചു. കളക്ടറുടെ കൂടെ ഞാനും ഉണ്ട്, ഉദ്യോഗസ്ഥനായതുകൊണ്ട് കൂടെ ഞാനും ഒക്കെ ഒന്നിച്ചു പോവുകയാണ്. അപ്പൊ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കാണുന്നൊരു രംഗം അത്ഭുതകരമാണ്. 10,000-കണക്കിന് ആളുകൾ ആരോ വിളിച്ചു വന്ദേ മാതരം എന്ന്. ഈ 10,000-കണക്കിന് ആളുകളും വന്ദേ മാതരം വന്ദേ മാതരം. എന്തൊരു ദേശഭക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. നേതാജി ബോസ് വിളിച്ചിരുന്ന, സുഭാഷ് ചന്ദ്രബോസ് ഇന്ന് ആരും ഞെട്ടിച്ചിരുന്ന വാക്കുകളൊക്കെ കേൾക്കുകയാണ്. അത് കേൾക്കാൻ ഇപ്പൊ എവിടെയും കഴിയാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന വയസ്സായ ആളുകൾക്കറിയാം, കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ ക്ലാസ്സിൽ പേര് വിളിച്ചാല് എണീറ്റ് പറഞ്ഞിരുന്ന വന്ദേ മാതരം എന്നായിരുന്നു. പല പഴയ ആളുകൾക്ക് അറിയുള്ളൂ, പുതിയ ആളുകൾക്ക് ഒന്നും അറിയില്ല. അത് വന്ദേ മാതരം ഞാനൊക്കെ അങ്ങനെ പറഞ്ഞ ഓർമ്മയുണ്ട്. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അത് പോയി, വന്ദേ മാതരം പോയി പ്രസന്റ് സാറായി. അല്ല, അത് പോയി, സ്കൂളുകളിൽ നിന്നൊക്കെ പോയി SR ആയി, SR ആയി. പിന്നെ വേണമെങ്കിൽ എഴുതിയെടുത്തോന്ന നിലയ്ക്ക് കോളേജിലൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പൊ ഈ വലിയ മാറ്റം ഉണ്ടായ നാട്ടിലാണ് ഈ പട്ടാളക്കാരുടെ ദേഹം വന്നപ്പോൾ അവിടെ കണ്ടത്. ജനം മുഴുവൻ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നു. അതിൽ കോൺഗ്രസ്സുകാരനുണ്ട്, മാർക്സിസ്റ്റുകാരനുണ്ട്, BJP-കാരൻ, മുസ്ലിം ലീഗുകാരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്ന പോയിന്റ് മറ്റൊന്നാണ്. രണ്ടാമത്തെ ദിവസം ചില പാർട്ടി ഓഫീസുകളിൽ ആരൊക്കെ വിളിച്ചെന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവരാളുകൾ ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ, അവന്റെ പേരിൽ അച്ചടക്ക നടപടി വരെ എടുത്തത് കാണാൻ കഴിയും. ഭാരത് മാതാ കി ജയ് വിളിച്ചതിന് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? നമ്മൾ നിൽക്കുന്നത് ചൈനയിലല്ല, പാകിസ്ഥാനിലല്ല, ഭാരത മണ്ണിലാണ്, പവിത്രമായ പുണ്യഭൂമിയിലാണ്. അതുകൊണ്ടാണ് പണിക്കർ സാർ പറഞ്ഞത്, ഗാന്ധിജി പറഞ്ഞ വാക്ക് അദ്ദേഹം ഏറ്റെടുത്ത് പറഞ്ഞത്, 50 വർഷം കഴിഞ്ഞാൽ കുരങ്ങന്റെ കയ്യിലെ പൂമാലയാവും. ഇത് നമ്മുടെ മുഴുവൻ അവകാശമാണ്. അതിന് BJP-കാരന്റെ അവസാരം വേണ്ട, ഒരു പാർട്ടിയുടെയും അവസാരം വേണ്ട. അത് നമ്മുടെ അവകാശമാണ്, ഭാരതീയന്റെ അവകാശമാണെന്ന് പറയാനാണ് അന്ന് പണിക്കർ സാർ അത് പറഞ്ഞത്. പണിക്കർ സാറിന്റെ ആ വാക്കുകൾ എത്ര ശരിയാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ വേൾഡ് സ്കിൽ കൗൺസിലിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കാം. വേൾഡ് സ്കിൽ കൗൺസിലിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളിത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ കേന്ദ്രമാക്കിയിട്ട് 3 ബാച്ച് യോഗയുടെ സുന്ദരമായ ക്ലാസ്സുകൾ ഓൺലൈനിലൂടെ ഞങ്ങൾ ഭംഗിയായി നടത്തി കാണിച്ചു കൊടുത്തു, വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അതിന്റെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തുകാരിയായ സിന്ധു ഇവിടെ ഉള്ളതാ, ഡോക്ടർ സിന്ധു തിരുവനന്തപുരത്തുകാരിയാണ്, ഞങ്ങളുടെ ക്ലാസ്സിലെ പഠിതാവാണ്, അവാർഡ് കിട്ടിയ കുട്ടിയാണ്. ക്ലാസ്സിൽ യോഗാചാര്യ അവാർഡ് കിട്ടിയ കുട്ടിയാണ്. ജുമ തിരുവനന്തപുരത്ത് നിന്നുണ്ട്, പല ജില്ലകളിൽ നിന്നുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, പാലക്കാട്, എല്ലാ ജില്ലകളിൽ നിന്നുണ്ട്. ഇത് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു കൊടുത്തു. ഇത് വർഗീയമായ കാഴ്ചപ്പാടിലല്ല. ഈ യോഗയുടെ കൂടെ തന്നെ സുംബ ഡാൻസും അല്ല, ഇപ്പോഴത്തെ പുതിയ ഡാൻസും പ്രാന്തൊന്നും അല്ല. ഞാൻ ക്ഷമിക്കണം, തുറന്നു പറഞ്ഞതാ. അതൊന്നുമല്ല, യോഗ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യമാണ്. മനസ്സിലേക്കുള്ള തീർത്ഥയാത്രയാണ് യോഗ. 8 സ്റ്റെപ്പുകളിലൂടെ ഈശ്വരനിലേക്കുള്ള യാത്രയാണ് യോഗ എന്ന് പറഞ്ഞിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള, ഇന്ന് 194 രാജ്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യമല്ല. ആ യോഗയുടെ അടിസ്ഥാന വശങ്ങള് ഞങ്ങൾ 6 മാസം എടുത്തുകൊണ്ടാണ് വേൾഡ് സ്കിൽ കൗൺസിലിന്റെ ക്ലാസ് നടത്തിയത്. വേൾഡ് സ്കിൽ കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റ് ആണ് അവർക്ക് കൊടുത്തത്. ആ ക്ലാസ്സിൽ ഞങ്ങൾ 5 മഹാന്മാരെ കുറിച്ച് പഠിപ്പിച്ചു. വെറും യോഗ, സമ്പൂർണ്ണ യോഗമാണ് പഠിപ്പിക്കുന്നത്. ആ 5 മഹാന്മാരിലെ നേതാജി ബോസ്, ആദിശങ്കരൻ, 32 വയസ്സിലുള്ള ഭാരതത്തെ പിടിച്ചു കുലുക്കിയ മനുഷ്യന്റെ കഥ, ജീവിതത്തിന്റെ ആ കാഴ്ചപ്പാടാ പറഞ്ഞത്, അല്ല കഥയല്ല പഠിപ്പിച്ചത്.
അതുപോലെ സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹം കാണിച്ചത് ആ വലിയ കാഴ്ചപ്പാട് എന്ന് മാത്രം കഥ പറഞ്ഞില്ല, ജീവിതകഥ പഠിപ്പിച്ചില്ല. അവന് ലോകം ഇന്നും വണങ്ങുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മഹാകാവ്യമായ മഹാഭാരതത്തിന്റെ എന്താണ് സൗന്ദര്യ ദർശനം, എന്താണ് സാഹോദര്യം എന്ന് രാമായണം കാണിച്ചു തരുന്നുണ്ട്. സ്വന്തം ജ്യേഷ്ഠന്റെ ചെരുപ്പ് തലയിൽ വെച്ച് രാജ്യം 14 കൊല്ലം ഭരിച്ച അനുജന്റെ കഥ നമ്മുടെ കുടുംബങ്ങൾ നന്നാവാൻ പറ്റിയ പാഠമാണത്. അല്ല, രാമായണം കഥയല്ല പഠിപ്പിച്ചത്. മഹാഭാരതത്തിന്റെ അവസാനത്തിൽ ഒരു ചോദ്യമുണ്ട്. ചോദിച്ചു, എന്താണ് നിങ്ങൾ കണ്ടത്? യുദ്ധം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താണ് യുദ്ധത്തിൽ കണ്ടത്? തിരിച്ചുത്തരം പറഞ്ഞത്, ഒരു സുദർശന ചക്രത്തിന്റെ തിരികൽ മാത്രമാണ് കേട്ടതെന്നാണ് പറഞ്ഞത്. എല്ലാം ചെയ്തത് കൃഷ്ണനാണ്. ഗാന്ധാരിയുടെ ശാപം എങ്ങനെയാണ് ഉണ്ടായത്? ഗാന്ധാരി ശപിച്ചത് കൃഷ്ണനെ ശപിച്ചത് അതുകൊണ്ടാണ്. കൃഷ്ണ, നീയാണ് ഇതില്ലാത്തതിനും കാരണം. ആ താത്വികമായ ദർശനമാണ് നമ്മുടെ യോഗ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തത്. ശ്രീമാൻ ബാലചന്ദ്രൻ അവിടെ സമാപനത്തിന് വന്നു. 150ഓളം പേര് പങ്കെടുത്ത യോഗാചാര്യന്മാരെ സമ്മേളനത്തിൽ, കഴിഞ്ഞ സമ്മേളനത്തിൽ വന്നു. അതിനു മുമ്പത്തിന് വന്നില്ല. ഗംഭീരമായിട്ട് നടത്തി കാണിച്ചു കൊടുത്തു. ഇന്നും അവരൊക്കെ അവരുടെ ഈ കഴിഞ്ഞ യോഗാദിനം ദിവസം 38 സ്ഥലങ്ങളിൽ അവരത്തരം പരിപാടികൾ സംഘടിപ്പിച്ച് എനിക്ക് ഫോട്ടോ അയച്ചു തരുന്നുണ്ട്. സിന്ധുവിനെ പോലത്തെ, കുമാരി സിന്ധുവിനെ പോലെ തിരുവനന്തപുരത്ത് നടക്കും ഒരുപാട് ഭാഗത്ത്. ശരണ്യ അവസാനം ചവിട്ടി പുറത്താക്കിയ ആ മനുഷ്യൻ അതിനുള്ളിൽ നെഹ്റു യുവ കേന്ദ്ര. ആ മനുഷ്യൻ രാഘവനന്റെ വാർഡനായിരുന്നു. ആ കുട്ടികളെ കണ്ടുള്ളൂ. 30 പേരെ ഞങ്ങൾ ആദിവാസികൾ അവർ ഊരിൽ തന്ന് കണ്ടുപിടിച്ച് എടുത്തു കൊണ്ടുവന്നു. പ്രാക്ടിക്കലാണ് കാണിച്ചത്. ഒരു പ്രസംഗമല്ല ഞാൻ പറഞ്ഞത്, ചെയ്ത് കാണിച്ചതാ. 30 പേരെ എടുത്തുകൊണ്ട് വന്ന് അവർക്ക് തലചിന്ത പഠിപ്പിച്ചു കൊടുത്തു. ആദ്യം തലചിന്ത അറിയില്ലായിരുന്നു, ചടപിടിച്ച മുടി. അങ്ങനെയാണ് തുടങ്ങിയത്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് കരാഗ്രേ വസത്തെ ലക്ഷ്മി തന്നെ ദണ്ഡിപ്പിച്ചു അവരെ കൊണ്ട് നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട്. അതിന്റെ ഗുണമുണ്ടായി. 30 പേര് 27 പേരും 10ാം ക്ലാസ് പാസ്സായി. ചരിത്ര സംഭവം. 27 പേര് 10ാം ക്ലാസ് പാസ്സായി. രണ്ടാമത്തെ കോൺഫിഡൻസിന്റെ ബാച്ചില് 30 പേരും പാസ്സായി. 4 ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. രാഘവന്റെ നേതൃത്വത്തിലാണ് ചെയ്തത്. ഞാൻ ദിവസത്തോടെ പോകുന്നതാണ്. ജോലി കഴിഞ്ഞ സമയത്ത് കളക്ടർ പറഞ്ഞു, വില്ലേജ് ഓഫീസിലൊന്നും ഇരിക്കേണ്ട, പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട്. ഞാൻ ദിവസത്തോടെ പോയിരിക്കുകയായിരുന്നു. അവർക്ക് മഹാത്മാഗാന്ധിയെക്കുറിച്ചും നേതാജിയെക്കുറിച്ചും ചന്ദ്രശേഖർ ആസാദിനെ കുറിച്ചും ഭഗത് സിംഗിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. നിങ്ങൾ ഈ നാടിന്റെ പൗരന്മാരാണെന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. 2 തരം പൗരത്വം പാപമാണെന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അത് ഫലം കണ്ടു. ഇന്ന് ആയിരക്കണക്കിന് അവിടെ ജോലിക്കാരായിട്ട് ഈ ആദിവാസികളൊക്കെ മാറി. സിഫിലിസ് രോഗം പറന്നുപോയി ആ മണ്ണിൽ നിന്ന്. പാലക്കാട് ജില്ല നേരത്തെ പറഞ്ഞ പോലെ അല്ല, പാലക്കാട് ജില്ല നിരക്ഷരതയിൽ ഏറ്റവും പിന്നിലായിരുന്നു. ഞാൻ സങ്കടത്തോടെ ഓർക്കുന്നു, ഇന്നിവിടെ വരേണ്ട എന്റെ പ്രിയ സുഹൃത്ത് ശ്രീമാൻ എസ് ദേവസഹായം അവശ നിലയിൽ കിടക്കുകയാണ്. നമ്മുടെ പല കോൺഫറൻസ് പ്രവർത്തകരും മരിച്ചുപോയി. ആദ്യത്തെ വനിതാ അവാർഡ് വാങ്ങിയ ലക്ഷ്മിക്കുട്ടിയമ്മ മരിച്ചുപോയി. എന്റെ ഒപ്പം അന്ന് നടന്നു വന്ന ഒരു പാണ്ഡ്യോട് പ്രഭാകരൻ മാത്രം ഇപ്പൊ നൊണ്ടി നടക്കുന്നത്. പിന്നാലെ അത്യാവശ്യം വരുന്നുണ്ട്. പ്രമുഖ കർഷകനാണ് അവിടെ. ശിവരാമകൃഷ്ണനൊക്കെ, പ്ലാപ്പറ്റ ചന്ദ്രൻ, ഇവരൊക്കെ ആദ്യകാല പ്രവർത്തകരാണ്. അത്ഭുതമുണ്ടാക്കിയ പാലക്കാടിന്റെ മണ്ണില് 100% സാക്ഷരത ഉണ്ടാക്കി. പണിക്കർ സാറിന്റെ ശബ്ദം സാർത്ഥകമാക്കി അവിടെ ഞങ്ങൾ ഇത് ചെയ്തു കാണിച്ചതാണ്, പറയുന്നതല്ല. അതുകൊണ്ട് പണിക്കർ സാറ് പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാന ബോധം വെച്ചുകൊണ്ട് തന്നെ ഇന്ന് വേൾഡ് സ്കിൽ കൗൺസിലിന്റെ അടുത്തേക്ക് നമ്മുടെ ജയമേഡം ഞങ്ങളെ കൊണ്ട് എത്തിച്ചപ്പോ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിഞ്ഞപ്പോ അത് ഭാഗ്യമായിട്ടാണ് കരുതിയത്. ഒരു സ്കൂളിൽ ഒരു യോഗ ടീച്ചറുടെ പോസ്റ്റ് വന്നാൽ ഈ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാം, അവർക്കൊരു ജോലി കിട്ടും. 100 കണക്കിന് നമ്മുടെ പ്രവർത്തകർ ഇപ്പോ കഴിഞ്ഞ 3 ബാച്ചിലായിട്ട് 157 പേര് യോഗാചാര്യന്മാരായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അവര് പലതും ചെയ്യുന്നുണ്ട്. വയനാട്ടിൽ നിന്നുള്ള ഒരു പ്രവർത്തക ഇപ്പൊ ഈ ദിവസം 3000 കുട്ടികളുടെ പരിപാടിയാണ് നടത്തിയത്. യോഗാചാര്യൻ ദിവസം നടത്തിയത്. അങ്ങനെ ഓരോ ഭാഗങ്ങളിലും നിരവധി പരിപാടികൾ ചെയ്തുകൊണ്ട് ഇതേ ഗ്രന്ഥശാല സംഘത്തെ പോലെ അല്ല, അല്ലെങ്കിൽ നശിപ്പിക്കാനല്ല, ഇത് യോഗയെ ശുദ്ധമാക്കാൻ, ഒന്നുകൂടി ഭംഗിയാക്കാൻ, സമ്പൂർണ്ണ യോഗ എന്നൊരർത്ഥത്തിലേക്ക് സുഭാതാളത്തിലേക്കുമല്ല, ഭംഗിയാക്കാൻ ഇന്ന് മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് കോൺഫിഡൻസ് പ്രവർത്തനം 4ാമത്തെ ബാച്ചിലേക്ക് വരികയാണ്. ഞങ്ങളൊക്കെ ഊണും ഉറക്കവും ഒഴിഞ്ഞ് കളഞ്ഞ് കിട്ടുന്ന സമയമുള്ള അത് ചെയ്യുന്നുണ്ട്.
ശ്രീമാൻ ബാലേന്ദ്രന്റെ തലോടൽ മാത്രമേ ഉള്ളൂ. അത് മതി, അതൊക്കെ മതി. ഞങ്ങൾക്ക് ഒരു അപകടം ഞങ്ങൾക്ക് പ്രൊജക്ട് ഇതൊക്കെ കൊണ്ട് പഠിച്ചവരാ ഞങ്ങള്. പക്ഷേ ചെയ്ത് കാണിച്ചിട്ടാണ് പറയുന്നത്, സത്യസന്ധമായാണ് പ്രവർത്തിക്കുന്നത്. പണിക്കർ സാറിന്റെ കീഴില് 1977 100 സാക്ഷരതാ കേന്ദ്രങ്ങള് ഒരു പൈസ പ്രതിഫലം വാങ്ങാതെ 3 മാസം കൊണ്ട് ഉണ്ടാക്കുകയും 100 ഗ്രാമങ്ങളിൽ വിളക്ക് കത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചത്. അത് 300 സ്ഥലങ്ങളായി വ്യാപിച്ച് ഒരു ജില്ല മുഴുവൻ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. മറ്റു പല ജില്ലകൾക്ക് മാതൃകയായി. ഈ പ്രവർത്തനമാണ് ഇന്ന് കാൻഫിഡ് കുറച്ച് പുതിയ പുതിയ മേഖലകളിലേക്ക് കിടക്കുന്നത്. തീർച്ചയായും വേൾഡ് സ്കിൽ കൗൺസിലിന്റെ നിരവധി കേന്ദ്രങ്ങൾ, ഇതാണ് അനൗപചാരിക വിദ്യാഭ്യാസം. ഔപചാരികമല്ല ഇത്. നേരത്തെ പറഞ്ഞു ഔപചാരിക വിദ്യാഭ്യാസം തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു സംശയമില്ല. അങ്ങനെ തന്നെ വരുന്നത്. ഇന്ന് ബ്രില്യൻസും ലക്ഷ്യ പോലുള്ള വൻകിട സ്ഥാപനങ്ങള് 1.5 ലക്ഷം രൂപ ഒരു കൊല്ലം പ്രതിഫലം വാങ്ങിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. കുറ്റം പറയല്ല, അവരൊന്നും മോശമാക്കി പറയല്ല. ഇതിന്റെ ഭാവത്ത് എന്താ അറിയോ? 10ാം ക്ലാസ്സിന് ഫീസ് കൊടുക്കാൻ പഠിക്കാതെ സമരം ചെയ്തവരാ നമ്മളൊക്കെ. ഇന്ന് 1.5 ലക്ഷം രൂപ ഒരു കുട്ടിക്ക് ചെലവാക്കുന്നു നാട്ടിലൊക്കെ. ഇത് എവിടേക്കാ പോകുന്നതെന്ന് അറിയുന്നില്ല. കുട്ടികളൊക്കെ അവർ റിസർവ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ ഈ ആപത്തിന്റെ ഇടയിലാണ് അനൗപചാരിക വിദ്യാഭ്യാസ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഞങ്ങൾ ഇതൊരു പ്രബന്ധ മത്സരമായി ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് പാലക്കാട്. പ്രബന്ധ മത്സരം എന്താണ് അനൗപചാരിക വിദ്യാഭ്യാസം, അതിനെക്കുറിച്ചൊരു ഇത് ക്ഷണിച്ചു കഴിഞ്ഞു പാലക്കാട്. അപ്പൊ ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ടത് യഥാർത്ഥ ഗാന്ധികന്മാര് ആദ്യകാലങ്ങളിൽ ചെയ്ത പ്രവർത്തനമാണത്. ഭൂമിദാനം ചെയ്യുവിൻ, ഭൂമിദാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞ ആ സന്ദേശമാണ് നമ്മൾ കാൻഫിഡിലൂടെ ഇന്നിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ശ്രമം എല്ലാ ജില്ലകളിലും ഉണ്ടാവണം, കേരളത്തിന്റെ മാതൃകയാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് കാൻഫിഡിന്റെ പണിക്കർ സാറിന്റെ പേരിൽ 84-85 വയസ്സ് വരെ ആ മനുഷ്യൻ വന്യവയോധികൻ നമ്മുടെ കൂടെ നടന്നിരുന്നു. അദ്ദേഹത്തെ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ പല കേന്ദ്രങ്ങളെയും കൊണ്ടുപോയിട്ടുള്ളത്. മഞ്ചലിൽ കിടത്തിയിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതൊക്കെ ഇന്നും ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. എങ്കിലും ആ വലിയ മനുഷ്യനെ മാതൃക സ്വീകരിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞു. അതിന് ആ ആത്മാവിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റൊരു കാര്യവും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവർക്ക് കാൻഫിഡൻസിൽ സ്ഥാനം ഉണ്ടാവരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിർത്തുന്നു. വന്ദേ മാതരം. സമ്മേളനത്തിന് നന്ദി പറയുന്നതിനായി ശ്രീമതി സീതാ വിക്രമനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനീതമായ നമസ്കാരം. വായന ഒരനുഭൂതിയാണ്, അറിവും വിജ്ഞാനവും പകരുന്ന ഒരനുഭവം. അതിലൂടെ നമ്മെ പുതിയ ദിശാബോധത്തിലേക്കും പുതിയ മാറ്റത്തിനും പ്രചോദനമാകുന്നു. അത് പുസ്തക പാരായണമായാലും പത്രവായനയായാലും. പത്രത്തിൽ വാർത്ത മാത്രമല്ല, മറിച്ച് ഉപകാരപ്രദങ്ങളായ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിർഭാഗ്യവശാൽ ഇന്നത്തെ പുതിയ തലമുറ വായനയിൽ നിന്നും പിന്നാക്കാവസ്ഥയിലേക്ക് പോകുന്നു. അത് നാം വീണ്ടെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട പണിക്കർ സാർ പറഞ്ഞ ഒരു ആപ്തവാക്യം ഇന്നും ജ്വലിച്ചു നിൽക്കുന്നത്: വായിച്ചു വളരുക എന്നത്. ആ ദിനം നാം ജൂൺ 19-ാം തീയതി ആചരിച്ചു കഴിഞ്ഞു. ഇന്ന് കാൻഫിഡിൻ്റെ 48-ാം സ്ഥാപക ദിനമാണ്. ആ ദിനത്തിൽ ആശംസകൾ അർപ്പിക്കുകയും അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയൊക്കെ ചെയ്ത വിശിഷ്ട വ്യക്തികൾക്ക് നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് എൻ്റെ ഉദ്യമം. ബഹുമാന്യനായ അധ്യക്ഷ പദം അലങ്കരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ബാലേന്ദ്രൻ സാറിനും ഈ യോഗം ഉദ്ഘാടനം ചെയ്ത CPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വത്തിനും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും സർവോപരി നിങ്ങൾ ഓരോരുത്തർക്കും കാൻഫിഡിൻ്റെ പേരിലുള്ള അഗൈതവമായ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.